അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത മാസം ഫസ്റ്റോട് കൂടിയിട്ട് ഓണപ്പരീക്ഷ തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാംസിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താ, നമ്മൾ ഈ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ ആരും പോയിട്ട് ഫുള്ള് ചാപ്റ്റർ ഒന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ് അതല്ലേ നമ്മൾ അറിയാൻ നോക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോസിൽ ഓരോ ചാപ്റ്ററിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റഫ് ബുക്കോ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് അത് വീണ്ടും റെഫർ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഈ ഫോം കൊണ്ടുപോയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ മുന്നേ വരെ നമുക്ക് ഈ ബുക്ക് ഇങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന 5ാം ക്ലാസ്സിലെ മറ്റേ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ഇല്ലേ, അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സയൻസിലെ ചെയിൻ ഓഫ് ലൈഫിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് ബുക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് റെഡി ആയിരിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് കോൾഡ് ഫുഡ് വെബ്. അപ്പോൾ നമ്മളോട് ചോദിക്കണം എന്താണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തിന് എല്ലാവരും എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളായാലും ചെടികളെയും അനിമൽസിനൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പിനാണ് എന്ത് പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഡ്രോ എ ഫുഡ് വെബ്. ഒരു ഫുഡ് വെബ് വരയ്ക്കാൻ പറയുമ്പോൾ ഇത് ഞാൻ എൻ്റെ രീതിയിൽ വരച്ചൊരു ഫുഡ് വെബാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഫുഡ് വെബ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം. ഇപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് പുല്ലിൽ നിന്നാണ്. ഒരു പുല്ലിനെ ആര് തിന്നുന്നു, ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി തിന്നുന്നു. പുൽച്ചാടീനെ പിന്നെ ഒരു തവള തിന്നുന്നു. തവളേനെ ഒരു പാമ്പ് തിന്നുന്നു. ഈ പാമ്പിനെ കണ്ടിട്ട് ഒരു ഈഗിൾ വന്നിട്ട് അതിന് എടുത്തുകൊണ്ട് പോകുന്നു. അത് അങ്ങനെ ഒരു ചെയിൻ വന്നു. ഇനി അതിന് തന്നെ കണക്ഷനായിട്ട് പുല്ലിനെ വേണമെങ്കിൽ ആടിന് തിന്നാം, അതാണ് ഗോട്ടിന് തിന്നാം. ഈ ആടിനെ വേണമെങ്കിൽ ഒരു പുലിക്ക് തിന്നാം. അല്ല, ഈ പുലി തന്നെ എന്താണ് മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ശരീരമൊക്കെ വന്നിട്ട് ഒരു കഴുകിന് കുത്തി തിന്നാം. അപ്പോൾ അവിടെ ഈഗിളിക്ക് ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പുല്ലിനെ മാനിന് തിന്നാം, ഡിയർക്ക് തിന്നാം, അല്ലേ. അതിന് പിന്നെ ടൈഗറിന് തിന്നാം, അല്ലെ. ഒരു പുലിക്ക് എന്തായാലും തിന്നാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈഗിളിന് തിന്നാം. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ എഴുതിയ കണക്ഷനാണ്, പക്ഷെ ഇതന്നെ വേണം നിങ്ങൾ നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്താ തോന്നുക ആ ഒരു കണക്ഷൻ അവിടെ എഴുതിയേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കാൻ പറ്റണം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതാണ്, വാട്ട് ഈസ് എ ഫുഡ് ചെയിൻ എന്നാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് പോവുക, മുമ്പ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് എക്സ്പ്ലനേഷൻ്റെ അവിടെ പോയിട്ട് നോക്കുക. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതപ്പോൾ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഒപ്പം ഇങ്ങനെ എഴുതി പോയാൽ മതി, എന്നിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആ കാണുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അതായത് ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ, നമ്മൾ മുന്നത്തെ പറഞ്ഞ ഒരൊറ്റ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി കുറേ ചെയിനുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഫുഡ് വെബായിട്ട് വരണം. അപ്പോൾ ഇവിടെ പറയുന്നത് സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ്, ഒരൊറ്റ സീക്വൻസിനെ പറയുന്നത്, ഒരൊറ്റ റിലേഷൻഷിപ്പിനാണ് എന്ത് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഓടിച്ച് പോവുകയുള്ളൂ, നിങ്ങളിത് ഒപ്പം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇനി എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ പോയി നോക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രോ എ ഫുഡ് ചെയിൻ വരയ്ക്കാൻ പറയുമ്പോൾ ഇതിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ ഞാൻ തുടങ്ങിയത് ഗ്രാസ്, അത് കഴിഞ്ഞാൽ ഒരു പുല്ലിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിനെ തവള തിന്നുന്നു, തവളനെ പാമ്പ് തിന്നുന്നു, ഈ പാമ്പിനെ ഒരു കഴുകൻ തിന്നുന്നു. ഇത് ഞാൻ വരച്ചതാണ്. നിങ്ങൾക്ക് ഇനി വേറെ വേണമെങ്കിലും വരയ്ക്കാം, അല്ലേ. വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ മനുഷ്യന്മാരെ പെടുത്താം. ഇപ്പോൾ എന്താണ്, ഒരു പുല്ലിനെ ആര് തിന്നുന്നു എന്ന് പറയാൻ പറ്റും. ഒരു മുയൽ തിന്നുന്നു, റാബിറ്റ് തിന്നുന്നു, ഈ റാബിറ്റിനെ ആര് തിന്നുന്നു, റാബിറ്റിൻ്റെ ഇറച്ചി മനുഷ്യന്മാർ തിന്നും, മനുഷ്യൻ തിന്നുന്നു, മനുഷ്യനെ ഈഗിൾ തിന്നുന്നു. അങ്ങനെ ഒരൊറ്റ ചെയിൻ ആയാൽ മതി, അതെന്താണ്, ഫുഡ് ചെയിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വാട്ട് ഈസ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഹാബിറ്ററ്റ് എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന സ്ഥലം, അതാണ് ഹാബിറ്ററ്റ്. അതെവിടെയാണ് താമസിക്കുക, ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം, അതാണ് നമ്മുടെ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, പ്ലേസ് വേർ ഓർഗാനിസം ലീവ്, അവർ താമസിക്കുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് സം എക്സാമ്പിൾസ്, കുറച്ച് എക്സാമ്പിൾസ് പറയാമെന്ന് നമുക്ക് എന്ത് പറയാം, കാട്, ഫോറസ്റ്റ് പറയാം, ഡെസേർട്ട് പറയാം, ഗ്രാസ് ലാൻഡ് പറയാം. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ഫുഡ് കാർഡ് ഓഫ് ഗോട്ട് ആൻഡ് ക്രോ. ഇത് ഞാൻ എഴുതിയ ഒരു എക്സാമ്പിൾസ് ആണ്. ഇനി ചിലപ്പോൾ ഗോട്ട്, ക്രോ അല്ലാണ്ട് വേറെ ഏതെങ്കിലും
ചോദിക്കാം. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിനെ ചോദിക്കാം. ഇപ്പോൾ ക്രോന് പകരം വേണമെങ്കിൽ ഒരു പാരറ്റ് ചോദിക്കാം. അതൊക്കെ ഡിഫറെൻ്റ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് വേറെ വരാം. പക്ഷേ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ആ മീനിങ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ലിസ്റ്റ് ഫുഡ് കാർഡ്. എന്താ ഫുഡ് കാർഡ് എന്ന് പറഞ്ഞാൽ? ഫുഡ് കാർഡ് എന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സിമ്പിളാണ്. നമ്മൾ ഫുഡ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നത്. ഫുഡ് കാർഡ് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണ്. ഇപ്പോൾ നമ്മൾ ആട് കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആട് പുല്ല് തിന്നുന്നു, ആട് ഇലകൾ തിന്നുന്നു, ആട് ധാന്യങ്ങൾ തിന്നുന്നു. ഇതൊക്കെ നമുക്ക് എഴുതാം അല്ലേ. ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ കാക്കയുടെ ചോദിച്ചു കഴിഞ്ഞാൽ കാക്ക ഉള്ള എന്താ പറയുക, ഉള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കഴിക്കും അല്ലേ. ഫുഡ് വേസ്റ്റ് കഴിക്കുന്നു, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും, ഗ്രെയിൻസ് കഴിക്കും, അങ്ങനെ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെയും ഓർഗാനിസംസിനെ തരാം. ഫുഡ് കാർഡ് എന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യമാണ് വാട്ട് ആർ ഇൻവേഡേഴ്സ്. ഇൻവേഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻവേഡേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരല്ല, നമ്മൾ വേറെ ഇന്ത്യയിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ ഇൻവേഡേഴ്സ് എന്ന് പറയുന്നത്. ഓർഗാനിസംസ് ദാറ്റ് കം എന്താണ് പുറത്തുനിന്ന് വരുന്നത് ഫ്രം അതർ കൺട്രീസാണ്. അതെന്തായിരിക്കും? അത് ചിലപ്പോൾ ഈ കൊണ്ടുവരുന്ന ഓർഗാനിസം കാരണം ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വല്ല പ്രശ്നവും വരാം, ഹാമും വരാം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇൻവേഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ളതല്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഡേഴ്സ് എന്ന് പറയുന്നത്. ഓർഗാനിസംസ് ദാറ്റ് കം ഫ്രം അതർ കൺട്രീസ് വിച്ച് മേ ഹാം ഇൻഡിജീനിയസ് ക്രിയേച്ചേഴ്സ്. ചിലപ്പോൾ അത് എന്ത് ചെയ്യാം, ചിലപ്പോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് നമുക്ക് പ്രശ്നമായിട്ടും വരാം. അങ്ങനത്തെ കുറച്ച് ഓർഗാനിസംസിനെയാണ് ഇൻവേഡേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് തന്നിട്ടുണ്ട്. ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ വരുന്നത് വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാവുന്ന ഒരു കാര്യം. എന്താണ് ഫോട്ടോസിന്തസിസ്? നമ്മളെ ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. അപ്പോൾ ചെടികൾ എന്തുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിന് ആരുടെ ഹെൽപ്പ് വേണം? നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ഹെൽപ്പ് വേണം. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ ഹെൽപ്പ് വേണം അല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും വരും കേട്ടോ, ഉറപ്പാണ്. ഫോട്ടോസിന്തസിസ് എന്തായാലും വരും, മുന്നേ ചോദിച്ചത് വരും. നിങ്ങൾ എന്തായാലും പഠിച്ചു പോവാതെ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വിത്ത് പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു പൂവിൻ്റെ പിക്ചറാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വരയ്ക്കാൻ പഠിക്കുക. അത് ചിലപ്പോൾ ചോദിക്കാം, പിക്ചർ വരയ്ക്കാൻ ചോദിക്കലുണ്ട് ഫോട്ടോസിന്തസിസ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അത് പഠിച്ച് വെക്കുക. ഒരു പൂവിൻ്റെ സൂര്യൻ്റെ ഒരു പിക്ചറാണ്. അത് സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ നമുക്ക് പോവാം. അതായത് ഡാഷ് ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. ചെടികൾക്ക് പച്ച കളർ കൊടുക്കുന്ന കാര്യം എന്താണ്? ചെടികളുള്ളിൽ ആരുണ്ട്? ക്ലോറോഫിൽ ഉണ്ട് അല്ലേ. ഉത്തരം എന്താണ്? ക്ലോറോഫിലാണ്. പച്ച ക്ലോറോഫിൽ. പച്ച എന്ന് പറയുമ്പോൾ ക്ലോറോഫിൽ മറക്കണ്ട. പച്ച എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോറോഫിലാണ്. ഇത് കഴിഞ്ഞിട്ട് വിച്ച് ഇസ് ചില ചെടികൾ എന്താണ് ഇലകൾ റെഡ് കളറാണ് അല്ലേ, ചുവപ്പ് നിറമാണ്. ഈ ചുവപ്പ് നിറം വരാൻ കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ ചുവപ്പിന് ആന്തോസയാനിനാണ്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡാഷ് ഇസ് ദ റെഡ് പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. റെഡ് കളർ കൊടുക്കുന്നത് ആന്തോസയാനിൻ. ഡാഷ് ഇസ് ദ ഓറഞ്ച് പിഗ്മെൻറ്റ് ഇൻ ലീവ്. ഓറഞ്ച് എന്താണ്? കരോട്ടിൻ. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇത് പഠിച്ചേക്കാം. പച്ച എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോഫിൽ. മറക്കരുത്, പച്ച ക്ലോറോഫിൽ. അപ്പോൾ ഇത് നോക്കി വെക്കാം. ഓറഞ്ച് പറയുമ്പോൾ എന്തായിട്ട് മാറി? കരോട്ടിനായിട്ട് മാറി. ഓറഞ്ച് എന്തായിട്ട് മാറി? കരോട്ടിനായിട്ട് മാറി. പിന്നെ യെല്ലോ പിഗ്മെൻറ്റ് എന്താണ്? യെല്ലോ പിഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് സാന്തോഫിലാണ്. ഓക്കെ, യെല്ലോ പിഗ്മെൻറ്റ് സാന്തോഫിലാണ്. ഇപ്പോൾ ഏതെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുവാണെങ്കിൽ നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സ്റ്റൊമാറ്റ? സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ ഈ ഇലകളുണ്ടല്ലോ, ഈ ലീവ്സിൻ്റെ അടിഭാഗത്ത് എന്തുണ്ടായിരിക്കും? ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടായിരിക്കും. ഈ ഓട്ടയിൽ കൂടെ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസുകളുണ്ടല്ലോ, അതായത് ഇവർക്ക് എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം ഉള്ളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുറത്തേക്ക് ഓക്സിജനൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടി, ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് നടക്കുക. പിന്നെ ഇടയ്ക്ക് വെള്ളം പുറത്തേക്കൊക്കെ പോകും. ഇലകളിലുള്ള വെള്ളം പുറത്തേക്ക് പോകാനും അങ്ങനെ കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഓട്ടകളെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക് പോഴ്സ് പറയുമ്പോൾ ചെറിയ ഓട്ടകളാണ് പ്രസൻറ്റ് ഇൻ ലീഫ്, ഇലകളിൽ കാണുന്നത്. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഗ്യാസുകൾ എക്സ്ചേഞ്ച് ചെയ്യാനും. പിന്നെ ട്രാൻസ്പിരേഷൻ എന്ന് വെച്ചാൽ വെള്ളം പുറത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സിനാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ചെറിയ എന്താ പറയുക ഓട്ടകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്.
എപ്പിഫൈറ്റ് ഒക്കെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ എൻഡ് ഭാഗത്തിലുള്ള ഒരു ടോപ്പിക്കാണ്. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ ചില ചെടികൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചെടികളെ ഡിപ്പെൻഡ്, അതായത് അവരെ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് എന്ന് പറയുന്നൊരു ഒരു ലാസ്റ്റ് ഒരു പാർട്ടുണ്ട്, അവിടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചില ചെടികൾ വേറെ അവരെ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, അവർക്ക് ഹാബിറ്ററ്റിന് വേണ്ടി മാത്രം. അതായത് ചില ചെടികൾക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടായിരിക്കില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും, വേറെ ചെടിയുടെ വേരുമ്മലോ അല്ലെങ്കിൽ വേറെ ചെടിയുടെ ബ്രാഞ്ചുമ്മലോ ഒക്കെ താമസിക്കും. അങ്ങനെ ചെടികളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റ്. അവർ മറ്റേ ചെടിയിൽ നിന്ന് വേറെ മിനറൽസും വാട്ടറൊന്നും എടുക്കില്ല, പക്ഷെ അവരെന്തിനു വേണ്ടിയിട്ട് മാത്രം, താമസിക്കാൻ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം, ഹാബിറ്ററ്റിന് വേണ്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാൻഡ, അതുപോലെ തന്നെ ഓർക്കിഡ്. വാൻഡ എന്ന് പറയുന്നതും ഓർക്കിഡ് എന്ന് പറയുന്നതും. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ സെമി പാരസൈറ്റ്സ്. അപ്പോൾ സെമി പാരസൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് ഇവർ എല്ലാതൊന്നും ചെടിയിൽ നിന്ന് എടുക്കില്ല, പക്ഷേ എന്താ പറയുക, ആ ചെടിയിൽ നിന്ന് കുറച്ച് വെള്ളം, കുറച്ച് മിനറൽസ്, അങ്ങനെ വാട്ടർ മിനറൽസ് എടുക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ മറ്റേ മെയിൻ പ്ലാന്റിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ പകുതി ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത്, സെമി പാരസൈറ്റ്സ്. പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് ആൻഡ് മേക്ക് ദെയർ ഓൺ ഫുഡ്. അവർ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, പക്ഷേ എന്തെടുക്കും, വെള്ളവും മിനറൽസൊക്കെ അവരിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ പകുതി ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് നമ്മളെന്ന് പറയുന്നത് സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലൊറാന്തസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ്, അത് 16th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ടോട്ടൽ പാരസൈറ്റ്സ്. ടോട്ടൽ പാരസൈറ്റ് എന്തായിരിക്കും, അപ്പോൾ പേരിൽ നിന്ന് തന്നെ കാണാൻ നമുക്ക് അത് കംപ്ലീറ്റ്ലി ആ ചെടിയിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അതായത് ന്യൂട്രിയൻസും എല്ലാ കാര്യങ്ങളും ആ ഹോസ്റ്റിനെ ആയിരിക്കും ഡിപ്പെൻഡ്. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ടോട്ടൽ എന്താണ് ആ ചെടീനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കസ്കുട്ട എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ഒരു ചോദ്യം, ഇത് നിങ്ങൾക്ക് മേ ഓർ മെനോട്ടാണ്, ചിലപ്പോൾ വരാം, പക്ഷെ നമ്മൾ പഠിച്ച് വെക്കുക, നമ്മളിനി വന്നിട്ട് ഇനി കിട്ടാണ്ടിരിക്കേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ 3 അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചെടികളുടെ ഇലകളുടെ. ഈ ഇല എന്ന് പറയുന്നത് ഫസ്റ്റത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരെണ്ണം ഒരു ഇല, പിന്നെ രണ്ടാമത് കുറച്ച് മുകളിലായിട്ട്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ഓൾട്ടർനേറ്റ് എന്നൊക്കെ പറയും, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. പക്ഷെ ആദ്യം ഒരെണ്ണം, പിന്നെ മുകളിൽ, പിന്നെ അതിൻ്റെ മുകളിൽ, പിന്നെ അതിൻ്റെ മുകളിൽ, അങ്ങനെ ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ട് ഇങ്ങനത്തെ ലീവ്സിൻ്റെ ഉള്ള 2 എക്സാമ്പിൾസ് തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ലീഫുകളുടെ 2 എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് എഴുതാം, ആൻസർ ആയിട്ട് നമുക്ക് ഫസ്റ്റ് വൺ ഹിബിസ്കസ് എഴുതാം, രണ്ടാമത്തേത് മാംഗോ. അപ്പോൾ നമ്മൾ ഹിബിസ്കസ് എന്ന് വെച്ചാൽ ചെമ്പരത്തിയുടെയും മാങ്ങയുടെയും ഇല എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ആദ്യം ഒരെണ്ണം, പിന്നെ കുറച്ച് മുകളിൽ ഒരെണ്ണം, അങ്ങനെയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലയുടെ നേരെ ഓപ്പോസിറ്റ്, ആ ടൈപ്പിന് ഓപ്പോസിറ്റ് ടൈപ്പ് ഇലകളുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഓപ്പോസിറ്റ് ടൈപ്പ് കാണുന്നതിൻ്റെ എക്സാമ്പിൾ വെച്ചാൽ തുളസി എന്ന് പറയുന്നതിന് എന്താ പറയുക, ഒരു ഇലയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് മറ്റൊരു ഇല കാണാൻ പറ്റും. പിന്നെ ഒലീവ്, അങ്ങനെ കുറച്ചത്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫുൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ ലാസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഹോൾഡ് ടൈപ്പ്, ഒരു പോയിന്റിൽ തന്നെ കുറേ ഇലകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് വെച്ചാൽ നമുക്ക് സൂര്യകാന്തി പറയാം, ആൽസ്റ്റോണിയ, പിന്നെ പപ്പക്കായ, അങ്ങനെ കുറേ എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങൾക്ക് 2 എക്സാമ്പിൾസ് അതിൽ നിന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിയാണ്. അപ്പോൾ ഈ ഒരു 17 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോയി. എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഇത് ജസ്റ്റ് റെഫർ ചെയ്ത് പോകുക. കാരണം ഇതിൽ കൂടുതൽ എന്തായാലും എക്സ്ട്രാ വേറെ ചോദിക്കാനില്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് വായിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് എഴുതുക, ഇത് തന്നെ വായിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ.